Dear students, എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് സുജിത്ത്. ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മൾ പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ. അപ്പം ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ എന്തെല്ലാം പഠിച്ചു, ആ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പ്ലസ് വണ്ണിനകത്ത് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെ ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ റിലേഷൻ ഫോം ചെയ്യാൻ പഠിച്ചു. ആ റിലേഷൻ ഫോം ചെയ്തിട്ട് അതിൻ്റെ പ്രോബ്ലം എല്ലാം നമ്മൾ ചെയ്ത ശേഷം ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ ഫങ്ഷൻസിൻ്റെ പ്രോബ്ലം എന്ത് പഠിച്ചു, അതിനകത്ത് ഡൊമൈൻ എന്താണ്, കോഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചു. അപ്പോൾ ആ പ്ലസ് വണ്ണിൽ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പ്ലസ് ടുവിൻ്റെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഉള്ള ഒരു ചാപ്റ്റർ, അതേ സെയിം നെയിമിനുള്ള ചാപ്റ്ററാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ. അപ്പോൾ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് 4 കാര്യം, മെയിനായിട്ടുള്ള 4 ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് റിലേഷൻ എന്താണെന്ന് പഠിക്കണം. നമ്മൾ ടൈപ്പ് ഓഫ് മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് സെറ്റ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ട്, അതെന്താണെന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണം. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫങ്ഷൻ പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ ആൻഡ് ഇൻവെർട്ടിബിൾ ഫങ്ഷൻ. പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള 4ാമത്തെ സെക്ഷനാണ് ബൈനറി ഓപ്പറേഷൻ. അങ്ങനെ 4 സെക്ഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് റിലേഷൻ, അതിനുശേഷം ടൈപ്സ് ഓഫ് ഫങ്ഷൻ, പിന്നെ ഉള്ളത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ ആൻഡ് ഇൻവെർട്ടിബിൾ ഫങ്ഷൻ, പിന്നെ ലാസ്റ്റ് സെക്ഷൻ ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷനും ടൈപ്സ് ഓഫ് ഫങ്ഷനും നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പ്ലസ് വണ്ണിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ചെറിയ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് നോക്കാം. പ്ലസ് വണ്ണിൽ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 നോൺ എംപ്റ്റി സെറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 നോൺ എംപ്റ്റി സെറ്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ്, അതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണ് എങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റുകളാണ് 1, 2, 3. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റുകളാണ് എ, ബി, സി. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമുക്ക് 2ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലേക്കുള്ള മാക്സിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ്. മാക്സിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മാക്സിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. സെറ്റ് ഓർഡേർഡ് പെയർ 1, A 1A 1B 1C. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു എലമെൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യാം, ഡി എന്നൊരു ആഡ് ചെയ്യാം. അപ്പോൾ ABCD. അപ്പോൾ 1D. അതേപോലെ തന്നെ നമുക്ക് അടുത്ത എലമെൻറ്റ് 2A 2B 2C 2D. അതേപോലെ നമുക്ക് അടുത്ത ഓർഡർ പെയർ കൺസിഡർ ചെയ്യാം 3A 3B 3C 3D. ഇതാണ് നമ്മൾ എയിൽ നിന്നും ബിയിലേക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ജോഡികൾ. അപ്പോൾ ഇതാണ് എ ക്രോസ് ബി. ഇതേപോലെ തന്നെ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. തിരിച്ച് നമുക്ക് കൺസിഡർ ചെയ്യാം ബി ക്രോസ് എ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വരാം? ബി ക്രോസ് എ ആകുമ്പോൾ A1 A2 A3 B1 B2 B3 C1 C2 C3 D1 D2 D3. ഇതെല്ലാം നമ്മൾ പ്ലസ് വണ്ണിൽ പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ആരോ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ വരച്ച സെറ്റ് തന്നെ നമുക്ക് നോക്കാം. എ ബി 1 2 3 ABCD.
എന്ന് പറയുന്നത് 1-ഉമായിട്ട് പെയർ ചെയ്യുന്ന എലമെൻറ്റുകൾ. അതേപോലെ സെയിം ആയിട്ട് നമുക്ക് 2 ആയിട്ട് പെയർ ചെയ്യുന്ന എലമെൻറ്റുകൾ നമുക്ക് നോക്കാം. ഇതേപോലെ നമുക്ക് 3-യുമായിട്ട് പെയർ ചെയ്യുന്ന എലമെൻറ്റ് നോക്കാം. ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇത് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് ബിക്ക് അത് എത്ര എലമെൻറ്റ്? എയിൽ ഇപ്പോൾ n of a equal to 3 ആണ്, n of b equal to 4 ആണ്, ദെൻ n of a cross b equal to 3 into 4 equal to 12 ആണ് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ ആദ്യം പഠിക്കുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്ന അടുത്ത സെക്ഷൻ നമ്മൾ പോകുന്നത് റിലേഷൻസ് എന്താണെന്നാണ്. റിലേഷൻ എന്താണ്? റിലേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. A relation R is a non-empty set A to a non-empty set B is a subset of the Cartesian product A cross B. റിലേഷൻ പറയണമെങ്കിൽ നമ്മൾ ആദ്യം എ ക്രോസ് ബി അറിഞ്ഞിരിക്കണം. ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്ത്? റിലേഷൻ എന്ന് പറയുന്നത്. എ ക്രോസ് ബിയിൽ നിന്നും നമ്മളൊരു പർട്ടിക്കുലർ റിലേഷൻ ഫോം ചെയ്തെടുക്കുന്നത്, അതിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ആ റിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ആർ എന്ന് പറഞ്ഞ് ആർ. റിലേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് relation is the subset. It is a subset of the Cartesian product A. The relation is derived by describing a relationship between the first element and the second element of the ordered pair in A cross B. A cross B യിലുള്ള ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റും സെക്കൻഡ് പൊസിഷനിൽ തമ്മിലുള്ള എലമെൻറ്റും തമ്മിൽ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സബ്സെറ്റുകളെന്നാണ് നമ്മൾ പറയുന്നത് എ ക്രോസ് ബിയുടെ റിലേഷൻസുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. ദി റിലേഷൻ ഈസ് ഡിറൈവ്ഡ് ബൈ ഡിസ്ക്രൈബിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് ദി സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ദി ഓർഡർഡ് പെയർ എ ക്രോസ് ബി. എ ക്രോസ് ബിക്കകത്ത് വരുന്ന ഫസ്റ്റ് പൊസിഷനുള്ള എലമെൻറ്റും സെക്കൻഡ് പൊസിഷനുള്ള എലമെൻറ്റും തമ്മിൽ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങ് നമുക്ക് റിലേഷൻ ഫോം ചെയ്തു എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് സെറ്റ് വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 2 4 6 2 4 6. അപ്പോൾ നമുക്കിതിൻ്റെ എ ക്രോസ് ബി എഴുതുകയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് 1 2 1 4 1 6 2 2 2 4 2 6 3 2 3 4 3 6 4 2 4 4 4 6. നമുക്ക് ടോട്ടൽ 12 എലമെൻറ്റ് ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10 11 12, മൊത്തം 12. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കുറച്ച് റിലേഷൻസ്. ഫസ്റ്റ് റിലേഷൻ ഞാൻ റോസർ ഫോം സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാറ്. R is equal to x comma y such that x element of A comma y element of B comma x is equal to y. ഇതാണ് അപ്പോൾ തമ്മിലുള്ള ബന്ധം. എക്സ് ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സും സെക്കൻഡ് പൊസിഷനിലുള്ള എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വൈയും.
ആ എക്സും വൈയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു വൈ. എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ ആർ ഈക്വൽ ടു അതിൻ്റെ റോസ്റ്റർ ഫോം ആർ ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ നിന്ന് 2 എലമെൻറ്റുകൾ മാത്രമേ കിട്ടത്തുള്ളൂ, 2 2 4 4. അപ്പോൾ ഇതാണ് റിലേഷൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഒരുപാട് റിലേഷൻസ് ഇതിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതാം. ആർ ഈസ് ഈക്വൽ ടു എക്സ് കോമ വൈ എക്സ് എലമെൻറ്റ് ഓഫ് എ കോമ വൈ എലമെൻറ്റ് ഓഫ് ബി എക്സ് ഇസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. എക്സിനേക്കാൾ 1 കൂടുതലായിരിക്കണം വൈ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ റോസ്റ്റർ ഫോം നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. സെറ്റ് ഓർഡർ പെയർ 1 2 എഴുതാൻ പറ്റും. അതേപോലെ നമുക്ക് 2 3 എഴുതാൻ പറ്റത്തില്ല, 3 4 എഴുതാൻ പറ്റും. ഇവിടെ 2 ഉണ്ട്, പക്ഷേ ഇവിടെ 3 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2 3 എഴുതാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 3 4 5 എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് റിലേഷൻ. ഇതെല്ലാം നമ്മൾ എഴുതിയ ഈ 2 കാര്യങ്ങളും എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. പിന്നെ നമുക്ക് റിലേഷനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിലേഷനകത്ത് പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച്, എന്താണ് കോഡൊമൈൻ, അതിനെ പറ്റിയാണ് പഠിച്ചത്. ഒരു റിലേഷൻ നമുക്ക് 3 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചായിരുന്നു. സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം, പിന്നെ നമുക്ക് റോസ്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ആരോ ഡയഗ്രാം ഫോമിൽ നമുക്ക് 3 രീതിയിൽ റിലേഷനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി റിലേഷനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്താണ് റേഞ്ച് സെറ്റ് എന്താണ്, ഡൊമൈൻ എന്താണ്, അതേപോലെ തന്നെ കോഡൊമൈൻ എന്താണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡൊമൈൻ എന്താണെന്ന് നോക്കാം. ഡൊമൈൻ എന്ന് പറയുന്നത് Domain is the set of all first element of the ordered pair in a relation. ഒരു റിലേഷൻ എഴുതുമ്പോൾ റിലേഷനകത്തുള്ള ഓർഡേർഡ് പെയറിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകളെല്ലാം നമ്മളൊരു സെറ്റാക്കി എഴുതിയാൽ ആ കിട്ടുന്ന സെറ്റിനെ പറയുന്ന പേരാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഡൊമൈൻ ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഓർഡേർഡ് പെയർ ഇൻ എ റിലേഷൻ. അപ്പോൾ നമ്മൾ പറയാം, ദി സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഓർഡേർഡ് പെയർ ഇൻ എ റിലേഷൻ ഈസ് കാൾഡ് ദി ഡൊമൈൻ. അതേപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത് ഈ റിലേഷനകത്തുള്ള സെക്കൻഡ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകളെ എല്ലാം കൂടി നമ്മളൊരു സെറ്റാക്കി എഴുതുകയാണ് എങ്കിൽ അതിനെ പറയുന്നതാണ് റേഞ്ച് എന്ന് പറയും. ഇനി സെക്കൻഡ് പൊസിഷനിലുള്ള ഹോൾ സെറ്റിനെ പറയുന്ന പേരാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നമുക്കതൊന്ന് നോക്കാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 എ എന്ന് പറയുന്ന സെറ്റാണ്. ഇനി ഡിഫൈൻ എ റിലേഷൻ ഫ്രം എ ടു എയിൽ നിന്ന് ഇവിടെ വേറെ ഒരു സെറ്റ് ഇല്ല, എയിൽ നിന്ന് എയിലേക്ക് തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞത് എയിൽ നിന്ന് ബിയിലേക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഒരു റിലേഷൻ, എ ടു എ റിലേഷൻ ഫ്രം എ ടു എ. ആ റിലേഷൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോം നമുക്ക് നോക്കാം. ആർ ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. നേരത്തെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടായിരുന്നു, വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ നമുക്കിതിൻ്റെ റോസ്റ്റർ ഫോം ഒന്ന് നോക്കാം. റോസ്റ്റർ ഫോം, അപ്പോൾ ഇതിൻ്റെ റോസ്റ്റർ ഫോം എയിൽ നിന്ന് എയിലോട്ടാണ് ആകുമ്പോൾ ആർ ഈസ് ഈക്വൽ ടു റോസ്റ്റർ ഫോം 1 നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അടുത്തത് 1,2, അടുത്ത 2,3, ദെൻ 3,4, 4,5, 5,6. ഇത്രയും എലമെൻറ്റുകളാണ് ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു റിലേഷൻ, ഈ 2 എലമെൻറ്റുകളെ കണക്ട് ചെയ്യുന്ന. ഇതിൽ നിന്ന് നമുക്ക് ഡൊമൈൻ എഴുതാൻ പറ്റും. ഡൊമൈൻ ഈക്വൽ ടു ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകൾ മാത്രം. ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ സെറ്റ് 1 2 3 4
ഫൈൻ. ദെൻ റേഞ്ച് എഴുതാൻ പറ്റും. റേഞ്ച് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകൾ 2, 3, 4, 5, 6. ഇനി നമുക്ക് കോഡോമൈൻ. കോഡോമൈൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെറ്റിന് ഹോൾ സെറ്റ്. കോഡോമൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ എ തന്നെയാണ്. ഹോൾ സെറ്റ് ബി അല്ല, എ ആണ്. ഹോൾ സെറ്റിനെ പറയുന്നത് കോഡോമൈൻ ഈക്വൽ ടു നമുക്ക് ക്യാപിറ്റൽ എ, ഈ എലമെൻറ്റുകൾ മൊത്തം വരും. നമുക്ക് അതിൻ്റെ ആരോ ഡയഗ്രാം വരച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആരോ ഡയഗ്രാം നമുക്ക് നോക്കാം. ആരോ ഡയഗ്രാം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. എ, ഇതും എ തന്നെയാണ്. എയിലെ എല്ലാ എലമെൻറ്റും എഴുതുകയാണ്. 1, 2, 3, 4, 5, 6. അടുത്തത് ഇവിടെ നമ്മൾ എ തന്നെയാണ്. എ ടു എ ആണ് റിലേഷൻ. 1, 2, 3, 4, 5, 6. നമുക്ക് റിലേഷൻ്റെ ഇമേജുകൾ നോക്കാം. 1ൻ്റെ ഇമേജ് നമ്മൾ ആൾറെഡി മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇമേജ് നോക്കാം. 1, 2, 2, 3, 3, 4, 4, 5, 5, 6. ഇതിൽ നമുക്ക് ഡൊമൈൻ നമുക്ക് എഴുതാൻ പറ്റും. ഡൊമൈൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 5. റേഞ്ച് എന്ന് പറയുന്നത് 2, 3, 4, 5, 6. Then codomain equal to whole set 1, 2, 3, 4, 5, 6. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ +1 റിലേഷനെ കുറിച്ച് പഠിച്ച. റിലേഷൻ എന്താണ്? റിലേഷൻ എന്ന് പറയുമ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഉണ്ടാവുന്നത് ഒരു കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷൻ വെച്ച് നമുക്ക് റോസ്റ്റർ ഫോം, ഇതെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം, ഇത് റോസ്റ്റർ ഫോം. ആ 3 കാര്യങ്ങളിലും റെപ്രസെൻറ്റ് ചെയ്യാം. അതിനകത്തുനിന്ന് ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിലേഷനകത്ത് പഠിച്ചത്. അതിന് ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒരു റിലേഷൻ തന്നെയാണ്. എല്ലാ ഫംഗ്ഷനും റിലേഷനാണ്, പക്ഷേ എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് എന്നാണ്. റിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്ത R ആയിരുന്നു. ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ആണ്. എ ഫംഗ്ഷൻ ഫ്രം എ സെറ്റ്, ഫംഗ്ഷൻ എഫ് ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ബി. നമ്മൾ വായിക്കുന്ന എഫ് ഫ്രം എ ടു ബി എന്നാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എഫ് ഫ്രം എ ടു ബി, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. ഫംഗ്ഷൻ ഡെഫിനിഷൻ: every element of set A has one and only one image in set B. ഏലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ടായിരിക്കണം. ഒരൊറ്റ ഇമേജ് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള റിലേഷനെ പറയുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വായിക്കാം. എ റിലേഷൻ എഫ് ഫ്രം എ ടു എ, എ ടു എ അല്ല, എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈ സെറ്റ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് every element of A has one and only one image in set B. ഏലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും has image, one and only one image in
സെറ്റ് ബി. അങ്ങനെയുള്ള കണ്ടീഷനുള്ള റിലേഷൻ എല്ലാം കൂടെ നമ്മൾ പറയുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഫംഗ്ഷന് ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ആരോ ഡയഗ്രാമിൽ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് നമ്മൾ പറയുന്നത് എഫ് ഫ്രം എ ടു ബി, എഫ് ഫ്രം എ ടു ബി, എഫ് ഫ്രം എ ടു എ. കൂടുതലും നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എ ടു എ ആണ്, രണ്ട് സെറ്റ് ഇല്ല, ഒറ്റ സെറ്റ് നമുക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എഫ് ഫ്രം എ ടു എ ഒറ്റ സെറ്റ് നമ്മൾ പറയുള്ളൂ. പ്ലസ് വണ്ണിൽ നമ്മൾ എ ടു ബി എന്നൊക്കെ പറഞ്ഞു. എഫ് ഫ്രം എ ടു ബി, എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ബിയിൽ ഇമേജ് ഉണ്ടാവണം, ഒരൊറ്റ ഇമേജേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള റിലേഷനുകൾ പറയുന്ന പേരാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആരോ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾ, റിലേഷൻ മാറി ഫങ്ഷൻ 1 2 3 എ ബി സി. ഈ എക്സാമ്പിൾ ഒരു ഫംഗ്ഷനാണ്. എയിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ട്, ഒരൊറ്റ ഇമേജ്. 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് എ ആണ്, 3യുടെ ഇമേജും ബി ആണ്. ഇതൊരു ഫംഗ്ഷൻ എക്സാമ്പിളാണ്. ഇതും ഒരു ഫംഗ്ഷനാണ്. ഇതൊരു ഫംഗ്ഷനാണ്. എയിലെ എലമെൻറ്റ് 1 2 3, ബിയുടെ എലമെൻറ്റ് എ ബി സി. എയിലുള്ള എലമെൻറ്റ് 1ന് ഇമേജ് ഉണ്ട്, 2ന് ഇമേജ് ഉണ്ട്, 3ക്ക് ഇമേജ് ഉണ്ട്, ഒരൊറ്റ ഇമേജേ ഉള്ളൂ. ഇങ്ങനെ പരിഗണിക്കുകയാണ് എങ്കിൽ, ഇവിടെ 4 എന്ന് നമ്മൾ എഴുതുകയാണ് എങ്കിൽ ഇതൊരു ഫംഗ്ഷനല്ല. കാരണം എയുടെ 4ന് എന്തില്ല, ബിയിൽ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു ഫംഗ്ഷനല്ല. പക്ഷേ നമുക്ക് 4നൊരു ഇമേജ് വരയ്ക്കുകയാണ് എങ്കിൽ ഇതൊരു ഫംഗ്ഷനായി മാറി. എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ട്, ഒരൊറ്റ ഇമേജേ പാടുള്ളൂ. അത് കണ്ടീഷൻ ശരിയാണ്. ഇനി നമ്മൾ വേറൊരു ഇമേജ് കൂടെ അതെ ഇങ്ങനെ വരയ്ക്കുകയാണ് എങ്കിൽ ഇത് ഫംഗ്ഷനല്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന എലമെൻറ്റിന് 2 ഇമേജ് ഉണ്ട്. 4ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ബിയും 4ൻ്റെ ഇമേജാണ്, സിയും 4ൻ്റെ ഇമേജാണ്. അപ്പോൾ ഇത് ഫംഗ്ഷനല്ല. ഫംഗ്ഷന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് വയ്ക്കുക. ഇതെല്ലാം നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യണം. നിങ്ങൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നമ്മൾ പ്ലസ് 1 പഠിച്ച റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ പഠിച്ച കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും റിലേഷൻസ് എന്താണെന്നും റിലേഷൻ്റെ കൂടെ വരുന്ന ഡൊമൈൻ എന്താണെന്നും കോഡൊമൈൻ എന്താണ് എന്നും റേഞ്ച് എന്താണെന്നും അതേപോലെ ഫംഗ്ഷൻ എന്താണെന്നും ഫംഗ്ഷനകത്തും ഇതേ സെയിം നമുക്ക് പറയാം. ഫംഗ്ഷൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണ് എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിലെ എലമെൻറ്റുകളെല്ലാം കൂടെ നമ്മൾ എടുത്ത് അതിനെ ഡൊമൈൻ എന്നും സെക്കൻഡ് പൊസിഷനകത്ത് വരുന്ന എലമെൻറ്റുകളെ ഡൊമൈൻ എന്നും കോഡൊമൈൻ എന്നും നമ്മൾ പറയും. ആ റിലേഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇതിലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്കിനി നമുക്ക് പഠിക്കാനുള്ള പ്ലസ് ടുവിലെ ടോപ്പിക്കിലോട്ട് പോവാം. പ്ലസ് ടുവിലെ ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് റിലേഷനാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷൻ്റെ 2 കാര്യങ്ങൾ നമുക്ക് ഈ സെക്ഷനിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ടൈപ്സ് ഓഫ് റിലേഷനിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എംപ്റ്റി റിലേഷൻ. അതായത് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെൻറ്റുകളൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള റിലേഷനാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്ന റിലേഷനാണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ ആകുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ എലമെൻറ്റുകളും തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള റിലേഷൻ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എംപ്റ്റി റിലേഷൻ്റെ എക്സാമ്പിൾ നോക്കാം, യൂണിവേഴ്സൽ ഒരു ഇതിൽ തന്നെ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ A equal to set 1 2 3 4. A equal to set 1 2 3 4. അതിൽ ഈ എയിൽ നിന്നും എയിലേക്ക് തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഒരു സെറ്റ് നമ്മൾ പ്ലസ് 1 പഠിക്കുമ്പോൾ എ ടു ബി, ആർ ഫ്രം എ ടു ബി, എഫ് ഫ്രം എ ടു ബി 2 സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ ഒരൊറ്റ സെറ്റ് മാത്രമേ കാണത്തുള്ളൂ.
ആ സെറ്റിൽ നിന്നും ആ സെറ്റിലേക്ക് തന്നെ. അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഇവിടെ റിലേഷൻ പറയുകയാണ്. റിലേഷൻ്റെ കണ്ടീഷൻ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു 10. എയും ബിയും ക്യാപിറ്റൽ എയുടെ എലമെൻറ്റ് തന്നെയാണ്. എ പ്ലസ് ബി ഈക്വൽ ടു 10, എ പ്ലസ് ബി ഈക്വൽ ടു 10 ആ ഒരു കണ്ടീഷനിൽ വരുന്ന എലമെൻറ്റുകൾ മാത്രമേ നമുക്ക്. അപ്പോൾ അതിൻ്റെ റോസ്റ്റർ ഫോം നമ്മൾ എഴുതുകയാണെങ്കിൽ ആർ ഈക്വൽ ടു നമ്മൾ ഓരോ നോക്കിയപ്പോൾ 1+1 ഇതിനകത്ത് വരത്തില്ല, 1+2 വരത്തില്ല, 1+3, 1+4 ഒന്നും വരത്തില്ല. അങ്ങനെ നമ്മൾ 2+1, 2+2, 2+3, 2+4 അങ്ങനെ മാക്സിമം നമ്മൾ നോക്കുമ്പോൾ വരുന്നത് 4+4 ആണ്. 4+4 = 8 ആണ്. അപ്പം ഒരു എലമെൻറ്റും ഈ കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 5 എന്ന് എഴുതേണ്ടി വരും. ആർ ഈക്വൽ ടു 5. അപ്പോൾ ഒരെലമെൻറ്റോടുമായിട്ടുള്ള റിലേഷൻ ഇല്ല. അങ്ങനെയുള്ള റിലേഷനാണ് എം ടി റിലേഷൻ. എം ടി റിലേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 5. ഇതാണ് എം ടി റിലേഷൻ. അതേപോലെ തന്നെ യൂണിവേഴ്സൽ റിലേഷൻ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ അടുത്തൊരു എക്സാമ്പിൾ പോവാം. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ആർ ഈസ് ഈക്വൽ ടു ഓർഡർ പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ലെസ് ദാൻ 10. എ പ്ലസ് ബി ലെസ് ദാൻ 10. എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 10നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പെയറുകൾ, ഓർഡറുടെ പെയറുകൾ നമുക്ക് എഴുതാം. ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതി നോക്കുമ്പോൾ എല്ലാ എലമെൻറ്റുകളും നമുക്ക് എഴുതാൻ പറ്റും. 1 1, 1 2, 1 3, 1 4, 2 1, 2 2, 2 3, 2 4, 3 1, 3 2, 3 3, 3 4, 4 1, 4 2, 4 3, 4 4. എ പ്ലസ് ബി ലെസ് ദാൻ 10 മൊത്തം 16 എണ്ണം. എലമെൻറ്റ്. എക്കകത്ത് 4 എലമെൻറ്റ്, മൊത്തം 16 എലമെൻറ്റ്. 16 എലമെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ എല്ലാ എലമെൻറ്റും തമ്മിൽ എല്ലാ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ആർ ഈസ് ഈക്വൽ ടു എ ക്രോസ് എ. ഇത് എ ക്രോസ് എക്ക് ഈക്വലാണ്. ആർ ഈസ് ഈക്വൽ ടു എ ക്രോസ് എ. അപ്പോൾ ഇത് രണ്ടാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന രണ്ട് റിലേഷൻസ്, എം ടി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ. എം ടി റിലേഷൻ എന്ന് പറയുമ്പോൾ എ എം ടി റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഇഫ് നോ എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെൻറ്റ് ഓഫ് എ. എയിലുള്ള ഒരു എലമെൻറ്റും എയിനകത്തുള്ള ഒരു എലമെൻറ്റുമായിട്ടുള്ള നോ എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെൻറ്റ് ഓഫ് എ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെൻറ്റ് ഓഫ് എ. ഇതിലുള്ള എല്ലാ എലമെൻറ്റും ഈസ് റിലേറ്റഡ് ടു എവരി എലമെൻറ്റ് ഓഫ് എ. ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെൻറ്റ് ഓഫ് എ. അങ്ങനെയുള്ള റിലേഷൻ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എം ടി റിലേഷൻ്റെ നമ്മൾ ആർ ഈസ് ഈക്വൽ ടു 5 എം ടി സെറ്റ്, ആർ ഈസ് ഈക്വൽ ടു എ ക്രോസ് യൂണിവേഴ്സൽ റിലേഷൻ. ഇനി നമ്മൾ ഇതിന് രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് ട്രിവിയൽ റിലേഷൻ. ട്രിവിയൽ റിലേഷൻ എന്ന് പറയുന്നത് എം ടി റിലേഷൻ ആൻഡ് ദി യൂണിവേഴ്സൽ റിലേഷൻ, ബോത്ത് ദീസ് റിലേഷൻസ് ആർ നോൺ ആസ് ട്രിവിയൽ റിലേഷൻ. ഈ രണ്ട് റിലേഷൻ്റെ നമ്മൾ പറയുന്ന പേര് ഒരു ട്രിവിയൽ റിലേഷൻ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ടൈപ്സ് ഓഫ് റിലേഷനിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷനിൽ എം ടി റിലേഷൻ, എം ടി സെറ്റ് നമുക്കറിയാം, യൂണിവേഴ്സൽ സെറ്റ് അറിയാം, അതേപോലെ എം ടി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 10. അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 5 വരുള്ളൂ. ഇത് എം ടി റിലേഷന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സൽ റിലേഷൻ എ കോമ ബി, എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി ലെസ് ദാൻ 10. അപ്പോൾ നമ്മൾ അതിൻ്റെതും, അപ്പോൾ ഇത് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ്റെ എക്സാമ്പിളാണ്. ഇതെന്ന് പറയുന്നത് എം ടി റിലേഷൻ്റെ എക്സാമ്പിളാണ്. ബോത്ത് എം ടി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ ടുഗദർ കാൾഡ് ട്രിവിയൽ റിലേഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യം. ഇനി നമുക്ക് പഠിക്കേണ്ട ഇനിയുള്ള റിലേഷൻസ്, ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നതിൽ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്ന് പറയുന്നത്
റിഫ്ലക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. ഇത് അതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.